മനുഷ്യത്വമില്ലായ്മയ്ക്കെതിരായിട്ടുള്ള വലിയ പ്രതിഷേധമാണ് ഞങ്ങൾ ഇവിടെ ഡൽഹിയിൽ വന്ന് രാപ്പകൽ സമരത്തിൻ്റെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ പ്രക്ഷോഭം അതിശക്തമായി തുടരാനാണ് LDF തീരുമാനിച്ചിട്ടുള്ളത്. 2000 കോടി രൂപ ധനസഹായമായി നൽകണം. അത് ഭരണഘടനാപരമായുള്ള ബാധ്യതയാണ്. ഫെഡറൽ സംവിധാനങ്ങളെ അട്ടിമറിക്കാൻ ഒരിക്കലും അനുവദിക്കുന്നതല്ല. അതോടൊപ്പം തന്നെ 1000 കോടി രൂപ ഈ വർഷം, ഈ 2025 മാത്രം കേരളത്തിൽ ഏകദേശം 10ഓളം പേർ വന്യമൃഗ ആക്രമണത്താൽ മരണപ്പെടുകയുണ്ടായി. ഏറ്റവും ഒടുവിൽ ആറളം ഫാമിൽ ദമ്പതികൾ 2 ആദിവാസി വിഭാഗത്തിൽപ്പെട്ടവരാണ് മരിച്ചത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. വനം കൺകറന്റ് ലിസ്റ്റിൽപ്പെടുന്നതാണ്, കേന്ദ്രവും സംസ്ഥാനവും കൂടി കൈകാര്യം ചെയ്യുന്നതാണ്. അതുകൊണ്ട് 1000 കോടി രൂപ അതിനാവശ്യമായിട്ടുള്ള ധനസഹായം പാക്കേജിന് വേണ്ടി തരണം. അതോടൊപ്പം തന്നെ 1972 വനനിയമം മനുഷ്യർക്ക് കൂടി പ്രാധാന്യം നൽകുന്ന രീതിയിൽ ഭേദഗതി ചെയ്യണം. ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള ശക്തമായ പ്രക്ഷോഭത്തിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തുടർന്നും ഞങ്ങൾ ഡൽഹിയിൽ നിന്ന് തിരിച്ചുപോയി വയനാട്ടിലെത്തി അവിടുന്ന് ആവശ്യമായ തുടർ പ്രക്ഷോഭം, അത് കുറേ കൂടി ആവശ്യമെങ്കിൽ നിയമലംഘനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുക്കാനാണ് ഞങ്ങൾ ആലോചിക്കുന്നത്. ഇതെല്ലാം കേന്ദ്ര ഗവൺമെൻറ് നിലപാടിനെ അനുസരിച്ച് കൊണ്ടായിട്ടുള്ള തീരുമാനമാണ് ഞങ്ങൾ എടുക്കുന്നത്. അതോടൊപ്പം തന്നെ വയനാടിൻ്റെ MP ആണ്, വിരുന്നുകാരിയെ പോലെ വല്ലപ്പോഴും അവിടെ വരും. അതുകൊണ്ട് വയനാട്ടിലൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അവരുടെ സാന്നിധ്യം ഉണ്ടാകുന്നില്ല. അവർക്ക് വരുന്നതിനൊരു പ്രയാസവുമില്ല, അത് മനസ്സിൻ്റെ വിഷയമാണ്. അവർക്ക് വിമാനവും മറ്റ് സൗകര്യങ്ങളുമെല്ലാം ഹെലികോപ്റ്ററിലാണല്ലോ എല്ലാ ദിവസവും. തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ രാവിലെ വന്ന് വൈകുന്നേരം പോകുന്ന അവസ്ഥയാണല്ലോ ഉണ്ടായിരുന്നത്. പക്ഷേ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ MP അവിടെ ഇല്ല. അവർക്ക് വരാവുന്നതേ ഉള്ളൂ. യാത്രാ കൂലിയൊക്കെ കൊടുക്കേണ്ട കാര്യമില്ല. MP എന്ന നിലയ്ക്ക് സൗജന്യ യാത്രയാണ്, നമുക്കൊക്കെ അറിയാം. അതിനുള്ള മനസ്സ് പ്രിയങ്ക ഗാന്ധി കാണിക്കുന്നില്ല എന്നുള്ളത് ഒരു ജനതയോട് കാണിക്കുന്ന അങ്ങേയറ്റത്തെ അവഹേളനവും ഒരു ജനതയോട് കാണിക്കേണ്ടുന്ന ജനാധിപത്യപരമായ ഉത്തരവാദിത്വമില്ലായ്മയും നമുക്ക് കാണാൻ വേണ്ടി കഴിയും. വയനാട്ടിൽ വന്നാൽ തന്നെ താമസിക്കുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ ആഡംബര ഹോട്ടലിൽ വന്ന് താമസിക്കുകയാണ്, താജ് ഗ്രൂപ്പിൻ്റെ. എന്നിട്ട് പിറ്റേന്ന് രാവിലെ തെരുവിലിറങ്ങി ജനങ്ങളുടെ തോളിൽ കൈയിട്ട് ഞാൻ നിങ്ങളുടെ കൂടെയാണെന്ന് പറയുകയും ചെയ്യുകയാണ്. താമസിക്കുന്നത് എവിടെയെന്നുള്ളതല്ല, MP മാർക്ക് താമസിക്കാൻ അവിടെ റെസ്റ്റ് ഹൗസും മറ്റു കാര്യങ്ങളെല്ലാം ഉണ്ട്. അതെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ആഡംബര ജീവിതം നയിച്ച് ഒരു MP എന്ന് പറയേണ്ടി വന്നതിലും ഖേദമുണ്ട്. ഇതെല്ലാം പ്രതിഷേധിച്ചുകൊണ്ടുള്ള MP പാർലമെൻറ്റിൽ അതിശക്തമായിട്ടുള്ള ആവശ്യങ്ങൾ ഉന്നയിക്കണം. ഇന്നലെ ഒരു കത്ത് അയച്ചിട്ടുണ്ട്, അത് ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. കൊടുത്ത പൈസ ഗ്രാൻഡാക്കലല്ല, 2000 കോടി രൂപ അനുവദിക്കണമെന്ന് MP അതിശക്തമായി ആവശ്യപ്പെടണം. കേന്ദ്ര ഗവൺമെൻറ് 1972 വനനിയമം ഭേദഗതി ചെയ്യില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. പാർലമെൻറ്റ് മെമ്പർമാർക്കുള്ള മറുപടിയിൽ ഞങ്ങൾ പ്രിയങ്ക ഗാന്ധി, ഞങ്ങളുടെ MP എന്ന നിലക്ക് പ്രിയങ്ക ഗാന്ധിയോട് ആവശ്യപ്പെടുന്നത് 1972 വനനിയമം ഭേദഗതി ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള സ്വകാര്യ ബില്ല് പാർലമെൻറ്റിൽ അവതരിപ്പിക്കാൻ അവർ തയ്യാറാവണം. അവർ അത് തയ്യാറായില്ലെങ്കിൽ വയനാട്ടിലുള്ള ജനങ്ങളോടുള്ള ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒളിച്ചോടുകയാണെന്ന് ഞങ്ങൾ കണക്കാക്കേണ്ടി വരും. ഈ 2 കാര്യങ്ങളാണ്, തുടർ പ്രക്ഷോഭത്തിൻ്റെ കാര്യങ്ങളും ഈ 2 കാര്യങ്ങളാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. വന്യജീവി സംഘർഷം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി വനം കൺകറന്റ് ലിസ്റ്റിലാണല്ലോ. അതുകൊണ്ട് 1000 കോടി രൂപ അതിന് അനുവദിക്കണമെന്ന് കേരളത്തിലെ ഗവൺമെൻറ് ആവശ്യപ്പെട്ടിരുന്നു ബജറ്റിൽ. അത് അനുവദിക്കാത്തതാണ്. അല്ല, മറ്റു കുറേ വിഷയങ്ങളുണ്ട്. രാത്രിയാത്രാ നിരോധനം, റെയിൽവേ, കർഷകരുടെ പട്ടയം. പക്ഷേ 2 കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള മറ്റ് കുറേ കാര്യങ്ങൾ കോടതിയിലും മറ്റു കാര്യങ്ങളൊക്കെ കിടക്കുന്ന വിഷയങ്ങളാണ്. എന്നാലും കേന്ദ്ര ഗവൺമെൻറ് ചോദിച്ചതൊക്കെ പരിഹരിക്കാം. പ്രിയങ്ക ഗാന്ധി വിചാരിച്ചാൽ രാത്രിയാത്രാ നിരോധനവും റെയിൽവേയും നാളെ തന്നെ വരാൻ കഴിയും. സിദ്ധരാമയ്യയോട് അനുകൂല നിലപാട് സ്വീകരിക്കാൻ വേണ്ടി പറഞ്ഞാൽ മതി. പക്ഷെ അതൊന്നും അവർ ഇടപെടുന്നില്ല. പ്രിയങ്ക ഗാന്ധി ചെയ്യുന്നൊരു രീതി എന്താ വെച്ചാൽ വയനാട്ടിൽ വന്നാൽ രാത്രിയാത്രാ നിരോധനത്തിനെതിരാണെന്ന് പറയും, കർണാടകയിൽ പോയി അവരുടെ കൂടി നിൽക്കും. ഇങ്ങനത്തെ ഒരു ഇരട്ടത്താപ്പ് നയമാണ് അവർക്ക് സ്വീകരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വനം ഭേദഗതിക്ക് ഇനിഷ്യേറ്റീവ് ചെയ്യില്ല എന്ന് പ്രിയങ്ക ഗാന്ധി അവിടെ വെച്ച് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് സ്വകാര്യ ബില്ല് അവതരിപ്പിക്കണമെന്ന ആവശ്യം വയനാടൻ ജനതയ്ക്ക് വേണ്ടി ഞങ്ങൾ MP യോട് ആവശ്യപ്പെടുന്നത്. അവരുന്നയിക്കുന്ന ആവശ്യങ്ങളിൽ 2 ഗവൺമെൻറ് പരിഗണിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഒന്ന്, അവരാവശ്യപ്പെടുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ അർഹതപ്പെട്ട ഗവൺമെൻറ് നയം അതിൽ വ്യക്തമാക്കിയിട്ടുണ്ട്.
അർഹതപ്പെട്ട ഒരാൾ ഒഴിഞ്ഞു പോകാൻ വേണ്ടി പാടില്ല. കരട് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആ ലിസ്റ്റിൽ ആരെയും ഉൾച്ചേർക്കാവുന്നതേ ഉള്ളൂ. അതിന് 2 തരം മാനദണ്ഡങ്ങളാണ് അവിടെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒന്ന് ഫേസ് 1 എന്ന് പറയും. ഫേസ് 1-ൽ വീട് പൂർണ്ണമായി നഷ്ടപ്പെട്ടവർ, അവിടെ 242 പേരുടെ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു. ആരെങ്കിലും വിട്ടുപോയാൽ കൂട്ടിച്ചേർക്കും, അതിനൊരു തടസ്സം അവിടെ ഇല്ല. രണ്ടാമത്തെ ഫേസ് 2 ആണ്. വീടൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല, പക്ഷേ ജോൺ മത്തായി കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ താമസയോഗ്യമല്ല സുരക്ഷിതമല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അവരുടെ ലിസ്റ്റ് ഇപ്പോൾ 81 പേരുടെ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിലും നമുക്ക് പരാതിയും ആക്ഷേപമൊക്കെ ഉന്നയിക്കാനുള്ള സൗകര്യം അവിടെയുണ്ട്. ഫേസ് 2-ൽ എ ആണ് ഞാൻ ആദ്യം പറഞ്ഞത്. ബിയിൽ ഒരു പ്രശ്നം അവിടെ ഇല്ല, പക്ഷേ മറ്റുള്ളവരെ പോകുമ്പോൾ ഇവർ ഒറ്റപ്പെട്ടു പോകും, അവരെയും കൂടി മാറ്റേണ്ടതുണ്ട്. ഇതെല്ലാം ഗവൺമെൻറ് ജനാധിപത്യപരമായിട്ടാണ് ചെയ്യുന്നത്, ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുകയാണ്. മറ്റൊരു ആവശ്യം പ്രധാനമായി ആവശ്യം വന്നിരിക്കുന്നത് നെടുമ്പാലയിൽ 10 സെൻറ്റും കൽപ്പറ്റ മുനിസിപ്പാലിറ്റിയിൽ 5 സെൻറ്റുമാണ്. മുനിസിപ്പാലിറ്റിയും പഞ്ചായത്തും തമ്മിലുള്ള വ്യത്യാസം എല്ലാവർക്കും അറിയാം. പക്ഷേ 5 സെൻറ്റ് എന്നുള്ളത് കുറച്ച് ന്യായമായ ആവശ്യമാണെന്നാണ് ഞങ്ങൾ കണക്കാക്കുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തന്നെ ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. മന്ത്രി തന്നെ, റവന്യൂ മിനിസ്റ്റർ തന്നെ കഴിഞ്ഞ ദിവസം ഇത് ഞങ്ങൾ പരിഗണിക്കുന്ന വിഷയമാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു സമരരംഗത്തേക്ക് പോകേണ്ട അന്തരീക്ഷമല്ല അവിടെ ഉള്ളത്. കേന്ദ്ര ഗവൺമെൻറ് ഈ കാര്യങ്ങളെല്ലാം നല്ലപോലെ പരിഹരിച്ചുകൊണ്ട് ഒറ്റക്കെട്ടായിട്ട് നീങ്ങേണ്ടതാണ്. പക്ഷേ സമരത്തിലൂടെ ഉന്നയിക്കുന്ന ആവശ്യം, സമരം എല്ലാവർക്കും ചെയ്യാനുള്ള അവകാശമുണ്ട്, ജനാധിപത്യപര രാജ്യത്തിനകത്ത് അവകാശമുണ്ട്. ഞങ്ങളതിനെ അങ്ങനെയേ കാണുന്നുള്ളൂ. അതോടൊപ്പം തന്നെ ഈ ഉന്നയിക്കുന്ന കാര്യങ്ങളെല്ലാം LDFും ഗവൺമെൻറ് ശ്രദ്ധയിൽ കൊണ്ടുവരുന്നുണ്ട്. 28-ാം തീയതി റവന്യൂ മിനിസ്റ്റർ വയനാട്ടിൽ വരുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. സ്വാഭാവികമായിട്ട് ഇതെല്ലാം ചർച്ചയ്ക്ക് വിധേയമാവും. അവിടെ യാതൊരു പ്രശ്നവുമില്ല, അക്കാര്യത്തിലില്ല. അല്ല, പ്രിയങ്ക ഗാന്ധി വയനാട്ടുകാർ വരുമ്പോൾ വയനാട്ടിലെ ജനങ്ങൾ വന്നു എന്ന് അറിഞ്ഞിട്ട് ഇങ്ങോട്ടൊന്ന് വരണ്ടേ? ഇതെല്ലാം ഞങ്ങൾ പരസ്യമായിട്ട് പറഞ്ഞ കാര്യങ്ങളല്ലേ. ഞങ്ങൾ അങ്ങോട്ട് കാണേണ്ട കാര്യമില്ലല്ലോ. അവർ ഞങ്ങളുടെ MP അല്ലേ. ഞങ്ങളുടെ MP എന്ന നിലയ്ക്ക് അവർ ഇങ്ങോട്ട് വരേണ്ടതാണല്ലോ. ഇനി 1 മണി വരെ സമയമുണ്ട്. അവർ വന്നാൽ നിങ്ങളൊക്കെ ഉള്ള അറിയിച്ചോളി. വന്നാൽ ഞങ്ങൾ വലിയ സന്തോഷം. യോജിച്ച സമരത്തിന് ഞങ്ങൾ തയ്യാറാണ്. വയനാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു സമരമാണല്ലോ. അങ്ങനെ ഒരു സമരം നടക്കും. ദുരന്തബാധിതർ ഉൾപ്പെടെ ഈ സമരത്തിലുണ്ട്. അങ്ങനെ ഒരു സമരം നടക്കുമ്പോൾ യഥാർത്ഥത്തിൽ MP ഇതിന്റെ ഭാഗമായി വരികയാണ് വേണ്ടത്. അല്ലാതെ ക്ഷണിച്ചു കൊണ്ടുവരേണ്ട ആളല്ല MP. വയനാട് ഒരു കാര്യത്തിലും അങ്ങനെ ലഭിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. കഴിഞ്ഞ കുറേ കാലങ്ങളായി വയനാട് അഭിമുഖീകരിക്കുന്ന കുറേ പ്രശ്നങ്ങൾ യഥാർത്ഥത്തിൽ കേന്ദ്ര ഗവൺമെൻറ് പരിഹരിക്കേണ്ട വിഷയങ്ങളാണ്. രാത്രിയാത്രാ നിരോധനമായാലും അതുപോലെ തന്നെ വന്യമൃഗശല്യവുമായി ബന്ധപ്പെട്ടതായാലും ഇപ്പോൾ ഈ ദുരന്തവുമായി ബന്ധപ്പെട്ടതായാലും. എന്നാൽ അതിലൊന്നും കേന്ദ്രത്തിന് നിലപാടുണ്ടാവുന്നില്ല. അതിൽ യഥാർത്ഥത്തിൽ ശക്തമായ ഇടപെടൽ നടത്തേണ്ടത് വയനാടിൻ്റെ MP ആണ്. രാഹുൽ ഗാന്ധി ആവട്ടെ, ഇപ്പോഴത്തെ MP പ്രിയങ്ക ഗാന്ധി വദ്ര ആവട്ടെ, ഇവരൊന്നും ഈ നിലയിലുള്ളൊരു നിലപാട് എടുക്കുന്നില്ല എന്നുള്ളതാണ് ഞങ്ങൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അവർ ചെയ്യുന്നത് ഇതിനൊക്കെ മുഖ്യമന്ത്രിക്ക് കത്തയക്കുക. മുഖ്യമന്ത്രിക്ക് അല്ലല്ലോ അവർ കത്തയക്കേണ്ടത് കേന്ദ്ര ഗവൺമെന്റിൽ ഇടപെട്ട് പ്രധാനമന്ത്രിക്കും ഗവൺമെന്റിലുമാണ് ഇടപെടേണ്ടത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഒരു കാര്യങ്ങൾ പറയട്ടെ. ഈ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ അവർ പ്രിയങ്ക ഗാന്ധി MP എന്ന നിലയിൽ മുഖ്യമന്ത്രി കത്തെഴുതി. യഥാർത്ഥത്തിൽ എന്തിനാ കത്തെഴുതിയ? വന്യമൃഗശല്യവുമായി ബന്ധപ്പെട്ട കാര്യത്തിലാണ്. വന്യമൃഗശല്യം 1972 ഉണ്ടാക്കിയത്, കോൺഗ്രസ്സാണ് ഉണ്ടാക്കിയത്. അന്ന് ഇന്ദിരാഗാന്ധി ആയിരുന്നല്ലോ പ്രധാനമന്ത്രി. അപ്പോൾ അത് ഭേദഗതി 5 തവണ കോൺഗ്രസ് ചെയ്തതും ജനവിരുദ്ധമായിട്ടാണ്, ജനങ്ങൾക്ക് അനുകൂലമായിട്ടല്ല. പിന്നീട് 2 തവണ BJP ഭേദഗതി ചെയ്തതും ജനവിരുദ്ധമായിട്ടാണ്, ജനങ്ങൾക്ക് അനുകൂലമായിട്ടല്ല, കർക്കശമാക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ ഏറ്റവും ഒടുവിൽ അവിടെ പ്രിയങ്ക ഗാന്ധി വന്ന ഘട്ടത്തിൽ നിങ്ങളുടെ പ്രതിനിധികൾ തന്നെ, മാധ്യമപ്രവർത്തകർ തന്നെ അവരോട് ചോദിച്ചല്ലോ, ഇത് ഭേദഗതി ചെയ്യാൻ വേണ്ടി മുൻകൈ എടുക്കുമോ എന്ന് ചോദിച്ചപ്പോൾ മുൻകൈ എടുക്കില്ല എന്നാണല്ലോ അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്താണ് അവരുടെ ബാധ്യത? ജനങ്ങളോടുള്ള ഉത്തരവാദിത്തം എന്താണ്? ഒരുപാട് ആളുകൾ മരിച്ചു വീഴുകയാണ്. ആ ഘട്ടത്തിൽ നിയമ ഭേദഗതി അനിവാര്യമാണ്. അപ്പോൾ ആ നിലയിലുള്ള മുൻകൈ അവരെടുക്കുന്നില്ല എന്നുള്ള പ്രശ്നവും ഇതിലുണ്ട്. ഇവിടെ ഈ നിലയിൽ അത്തരം പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സമരം നടത്തുമ്പോൾ അവരിവിടെ എത്തിച്ചേരുന്നു. ഇപ്പം ഇന്നലെ തന്നെ കണ്ടു, ആം ആദ്മി പാർട്ടിയുടെ രാജ്യസഭാ കക്ഷി നേതാവ് ഉൾപ്പെടെ അവിടെ വരുന്നു. മറ്റ് സംസ്ഥാനങ്ങളിലെ MP-മാർ ഉൾപ്പെടെ ഈ സമരത്തിൻ്റെ ഭാഗമായി ഐക്യദാർഢ്യപ്പെടാൻ വരുന്നു. അങ്ങനെ വരുന്ന ഘട്ടത്തിൽ യഥാർത്ഥത്തിൽ വയനാടിന് MP വരണ്ടേ? വരികയാണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടിയിരുന്നത്. ഇനി വന്നില്ലെങ്കിൽ കൂടെ അവർ ഈ കാര്യത്തിൽ ഒരു നിലപാടെടുക്കാൻ വേണ്ടി തയ്യാറാവണം. പാർലമെൻറ്റിലും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിലും ഇടപെടാൻ വേണ്ടി അവർ തയ്യാറാവുകയാണ് വേണ്ടത്. സമരം അവർ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് ഇന്നലെ കത്തയച്ചിട്ടുണ്ടാവുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അല്ലെങ്കിൽ ഇതുവരെ അയച്ചില്ലല്ലോ. ഇന്നലെയാണല്ലോ ഒരു കത്തയച്ചത്. കത്തിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നുണ്ട്. ആവശ്യം അത് പോരാന്നുള്ള കാര്യം വേറെ. ഗ്രാൻഡായിട്ട് മുഴുവൻ പൈസയും തരേണ്ടതാണ്, 2000 കോടി. അതും കൂടി അവർ പറയുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. യെസ്.